കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അകറ്റി നിർത്താൻ രോഗങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SCRTയുടെ അഞ്ചാം ക്ലാസ്സിലെ അകറ്റി നിർത്താൻ രോഗങ്ങളെയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ രണ്ട് ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുള്ള പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ LGS നിലവാരത്തിലുള്ളവർ, LGS അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസ് ഒക്കെ പഠിക്കുന്നവർ നിങ്ങൾ ഈ ഒരു SCRT തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ മെയിൻസ് ലെവലിലേക്കും പിന്നെ ഡിഗ്രി ലെവലും ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ NCERTക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ ആഴത്തിലൊന്നും നോക്കണ്ട. സയൻസ് SCRT NCERT കറണ്ട് അഫയേഴ്സ് അപ്പുറം ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അകറ്റി നിർത്താൻ രോഗങ്ങളെ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സമ്പൂർണ്ണ സുസ്ഥിതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആരോഗ്യം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. രോഗങ്ങൾ പകരുന്ന വിധം. എങ്ങനെയൊക്കെ രോഗങ്ങൾ പകരും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. എങ്ങനെയാണ്? സ്പർശനത്തിലൂടെ പകരും അല്ലെ? സമ്പർക്കം വഴി സ്പർശനം, മലിനമായ ആഹാരവും ജലവും, ചുമ, തുമ്മൽ അതായത് വായുവിലൂടെ, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, വാഹകരായിട്ടുള്ള ജന്തുക്കൾ വഴി, വസ്ത്രങ്ങൾ വഴിയൊക്കെ നമുക്ക് രോഗങ്ങൾ പകരും. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടിക് ആണ്. അപ്പോൾ പ്രോകാരിയോട്ടിക് ഉണ്ട്, യൂക്കാരിയോട്ടിക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സെൽസിൽ പഠിക്കുന്നതാണ്. നമ്മുടെ സിലബസിൽ അത്ര അങ്ങോട്ട് സെൽസിനെ പറ്റി കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെയൊന്നും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വലുതായിട്ട് ചോദ്യം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താണോ സിലബസിൽ പഠിക്കാൻ പറഞ്ഞേക്കുന്നത് അത് മാത്രം പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അപ്പൊ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പെരുകുന്നത്? ദ്വിവിഭജനത്തിലൂടെയാണ് പെരുകുന്നത്. ഓക്കെ, അതായത് ഒന്ന് എന്താവും? ഒന്ന് രണ്ടാവും, രണ്ട് പിന്നെ അടുത്ത രണ്ടെണ്ണവും, അങ്ങനെ അടുത്ത ഇവിടെ ഇപ്പം 4 എണ്ണമായി, പിന്നെ അതങ്ങനെ രണ്ടായിട്ട് അങ്ങനെയാണ് ബാക്ടീരിയ പെരുകുന്നത്. ഓക്കെ, അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അതായത് വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ ബാക്ടീരിയ രോഗം എങ്ങനെയാണ് വരുന്നത്? ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ട് വീതം ഇങ്ങനെ ഇരട്ടിച്ച് അങ്ങനെ ദ്വിവിഭജനത്തിലൂടെയാണിത് പെരുകുന്നത്. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് എലിപ്പനി? ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ് എലിപ്പനി. ഓക്കെ, അപ്പൊ രോഗകാരി ആരാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ. എലിപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയേ എന്നാണ് ഇവിടെ യാ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എന്ന് പറയുന്ന രോഗകാരിയാണ് എലിപ്പനിയെ പരത്തുന്നത്. പകർച്ചവ്യാധി ഏതാണ്? എലികളുടെയും നായ്ക്കളുടെയും മറ്റ് ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. എലികളുടെയും നായ്ക്കളുടെയും ഒക്കെ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തു വരുന്ന ബാക്ടീരിയ എവിടെ കാണും? വെള്ളത്തിലും, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിൽ എത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ചുമ്മാ ഒന്നും കയറില്ല. ഇത് മുറിവുണ്ടെങ്കിൽ, നമ്മുടെ കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ അതേ കൂടെ ആയിരിക്കും കയറുന്നത്. അപ്പോൾ ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിൽ എത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവ രക്തരോമികകളിൽ തകരാറുണ്ടാക്കുന്നു. എവിടെയാണ് തകരാറുണ്ടാക്കുന്നത്? രക്തലോമികകളിലാണ് ഇത് തകരാറിലുണ്ടാക്കുന്നത്. അങ്ങനെ ആന്തരിക രക്തസ്രാവത്തിന് ഇത് കാരണമാകുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണുകൾക്കുണ്ടാകുന്ന ചുമപ്പ് നിറം എന്നിവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ എലിപ്പനിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. എലിപ്പനി പരത്തുന്ന രോഗകാരി ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ്. പകരുന്ന രീതി എങ്ങനെയാണ്? ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഈ മൃഗങ്ങളുടെയൊക്കെ മൂത്രത്തിലൂടെയാണ് ബാക്ടീരിയ അവിടെ വന്ന്
നിൽക്കുന്നത് നമ്മുടെ മുറിവിലൂടെ ആയിരിക്കും ശരീരത്തിനുള്ളിൽ കയറുക. അത് രക്തത്തിലൂടെ കലർന്ന് എന്താണ് രക്തലോമികകളിലെത്തി അവിടെ എന്താണ് തകരാറുണ്ടാക്കുന്നു. അങ്ങനെ ആന്തരിക രക്തസ്രാവത്തിലൂടെ എന്താണ് രോഗം മൂർച്ഛിക്കുന്നു. ഇങ്ങനെ ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണുകൾക്കുണ്ടാകുന്ന ചുമപ്പ് നിറം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ളാണ്. ഓക്കെ, ഡിഫ്തീരിയ മീൻസ് എന്താണ്? തൊണ്ടമുള്ള. രോഗകാരി കൊറോനി ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എലിപ്പനിയും ഡിഫ്തീരിയ ഒക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ്? കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊണ്ടമുള്ള ഉണ്ടാക്കുന്നത്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ കേട്ടോ. ചുമ, തുമ്മൽ എന്നിവയിലൂടെ അതായത് വായുവിലൂടെ പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തിൽ ബാധിക്കുന്ന ഒരു രോഗമാണിത്. ഓക്കെ, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തിനെയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ. പനി ഉണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം ഉണ്ടാകും. ഇതൊക്കെയാണ് ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത, ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. അപ്പൊ എന്താണ്? ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസത്തിനകം എന്തുണ്ടാക്കും? കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവയും തകരാറിലാക്കും. അപ്പൊ ഡിഫ്തീരിയ തൊണ്ടമുള്ളി എന്ന് പറഞ്ഞാൽ തൊണ്ടയെ മാത്രം ബാധിക്കുന്നതല്ല, അത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം, ഹൃദയം, വൃക്ക ഇതിനെയെല്ലാം തകരാറിലാക്കും. ഓക്കെ, ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആന്റി ടോക്സിനുകൾ രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ആന്റി ടോക്സിനുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിഫ്തീരിയയ്ക്ക് എതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗമാണ് വാക്സിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് കുട്ടികൾക്ക് ആദ്യം തന്നെ ഡിഫ്തീരിയയുടെ വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അടുത്തത് ക്ഷയമാണ്. ക്ഷയവും ബാക്ടീരിയ രോഗമാണ്. രോഗകാരി ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഏതാണ്? മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് ആണ് ഏതാണ്? ക്ഷയത്തിന്റെ ബാക്ടീരിയ കേട്ടോ. ക്ഷയം ഉണ്ടാക്കുന്ന രോഗകാരി. അപ്പൊ നമ്മുടെ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, ആ ട്യൂബർകുലോസിസ് പേരിൽ നിന്ന് തന്നെ കിട്ടും ട്യൂബർകുലോസിസ് ക്ഷയത്തിന്റെ രോഗകാരിയാണെന്ന്. ഓക്കെ, അടുത്ത മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവ ഉണ്ടാക്കുക. എന്താണ്? ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവ ഉണ്ടാകുന്നത് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രോഗം എങ്ങനെയാ പകരുന്നത്? രോഗി ചുമയ്ക്കുമ്പോഴോ, തുമ്മുമ്പോഴോ, സംസാരിക്കുമ്പോഴോ ആണ് രോഗം പകരുന്നത്. എങ്ങനെയാണ്? രോഗി ചുമയ്ക്കുമ്പോഴോ, തുമ്മുമ്പോഴോ, സംസാരിക്കുമ്പോഴോ ആണ് ക്ഷയത്തിലൂടെ എന്താണ് ആ ക്ഷയരോഗം പകരുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ എവിടെയായിരിക്കും? ചുമയും തുമ്മലും ഒക്കെ വരുമ്പം പ്രധാനമായിട്ട് നമ്മുടെ ലങ്സിനെ തന്നെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ വൃക്ക, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും ബാധിക്കാറുണ്ട്. അതായത് ഈ ചുമ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ ചുമയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരം എവിടെയൊക്കെ ഇളകും, നമുക്ക് വയറുവേദന എടുക്കും. നല്ല രീതിയിൽ ചുമച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ജോയിൻസ് ഒക്കെ വേദന എടുക്കും, അസ്ഥി സന്ധികൾ അല്ലേ, ജോയിൻസ് വേദന എടുക്കും, അസ്ഥികൾ വേദന എടുക്കും. അതുപോലെ നമ്മൾ ചുമച്ച് തലവേദന എടുക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, അതായത് തലച്ചോറൊക്കെ ഇളകുന്ന ആ ഒരു ഫോഴ്സിൽ ഇളകുന്നതാണ്. അപ്പൊ അത്രയും ക്ഷയം എന്ന് പറഞ്ഞാൽ ചുമയാണ് അല്ലെ, ഭയങ്കരമായ ചുമയാണ്. അപ്പൊ അസ്ഥിസന്ധികൾ, തലച്ചോറ്, വൃക്ക ഇതിനെല്ലാം ശ്വാസകോശമാണ് മെയിൻ. അതുകൂടാതെ ഇത്രയും ഭാഗങ്ങളെയും എന്താണ് ക്ഷയരോഗം ബാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത, എന്താണ് ചികിത്സ? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് ചികിത്സ കൊടുക്കുന്നത്. ആന്റിബയോട്ടിക് ആണ് നമ്മൾ ക്ഷയരോഗത്തിനെതിരെ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്നത്. ഇനി ഏതാണ് വാക്സിൻ? ഏത് വാക്സിനാ ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്നത്? ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ BCG വാക്സിൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് വൈറസ് രോഗമാണ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനുള്ളത്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് ആർക്കുള്ളത്? വൈറസിനുള്ളത്.
സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകൾക്കില്ല. സാധാരണ ജീവകോശങ്ങൾക്കുള്ള കോശാംഗങ്ങൾ ആർക്കില്ല? വൈറസിനില്ല. പ്രോട്ടീൻ ആവരണത്തിലുള്ള DNA അല്ലെങ്കിൽ RNA തന്മാത്രകളുടെ ലഘുഘടനയാണ് ആരെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്ര കാണും. അതിൻ്റെ ഒരു ലഘുഘടനയാണ് വൈറസ്. ഇതിന് ജീവകോശങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് എപ്പോഴാണ് ജീവനുള്ളത്? ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് മണ്ണിൽ കിടന്ന് അതിന് ജീവൻ ഉണ്ടാവില്ല. ഇത് നമ്മുടെ ചുറ്റും എവിടെയൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും ജീവൻ ഉണ്ടാവില്ല. ഇത് എപ്പോഴാണ് ജീവൻ വയ്ക്കുന്നത്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തിൽ അതിലെത്തിയത്, നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ ജീനിൽ കയറി പ്രവർത്തിച്ചിട്ടാണ് ഇതിന് ജീവൻ വയ്ക്കുന്നത്. അങ്ങനെ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ഓക്കെ അല്ലേ? മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റ് ജന്തുക്കളെയും ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മ ജീവികളെയും വരെ ആര് ബാധിക്കും? വൈറസുകൾ ബാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് സൂക്ഷ്മ ജീവികളെയും ബാധിക്കും. അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കില്ല സൂക്ഷ്മ ജീവികളെ വൈറസ് ബാധിക്കൂ എന്നുള്ളത്. അതും കൂടെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ വൈറസ് രോഗം, പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗം, ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് പ്രാധാന്യമുള്ള വൈറസ് രോഗമാണ് നിപ്പ എന്ന് പറയുന്നത്. ഇപ്പൊ വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിപ്പയുടെ ചോദ്യം റീസെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ആരാണ്? പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. ഓക്കെ, വവ്വാലുകൾ പലതരത്തിലുണ്ട്, ചോര കുടിക്കുന്ന, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതിൽ പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലാണ് നിപ്പ രോഗത്തിനെ വഹിച്ചുകൊണ്ട് വരുന്ന ജീവി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നിപ്പ വന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാതെയൊക്കെ കുറെ ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ ഭയങ്കരമായിട്ട് ഡിമ്മായിപ്പോയത്. നിപ്പ മനുഷ്യരിൽ എത്താനുള്ള സാഹചര്യം വവ്വാലുകളിൽ നിന്ന് നേരിട്ട് വവ്വാൽ ഭക്ഷിക്കുന്ന പഴങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെ വവ്വാലിന്റെ ഉമിനീര്, മൂത്ര എന്നിവയിലൂടെ എങ്ങനെയാണ് നേരിട്ട് വവ്വാലിൽ നിന്ന് നേരിട്ടെത്താം? വവ്വാൽ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെ എത്താം. വവ്വാലിന്റെ ഉമിനീര്, മൂത്ര എന്നിവ വഴിയും നിപ്പ രോഗം പകരാം. വവ്വാൽ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങൾ പന്നി ഭക്ഷിക്കുകയും പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്ക് നിപ്പ ബാധിക്കാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പന്നിയും ഇത് കഴിക്കാറുണ്ട്. അപ്പൊ പന്നി വഴിയും ചിലപ്പോ ഇത് വരും. ഓക്കെ അല്ലേ? അടുത്തത് എയ്ഡ്സ്. എയ്ഡ്സ് ലോകത്തിലെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നതാണ് എയ്ഡ്സിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംബോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് പെരുകുന്നു. എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? HIV ആണ്, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പൊ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ്. അതിന് കാരണമായ വൈറസ് ഏതാണ്? HIV വൈറസ് ആണ്. HIV വൈറസിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഓക്കെ, തന്മൂലം ലിംബോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ലിംബോസൈറ്റുകളുടെ എണ്ണമാണ് ഇവിടെ കുറയുന്നത്. എയ്ഡ്സ് ബാധിക്കുമ്പോൾ ലിംബോസൈറ്റിന്റെ എണ്ണം കുറയുന്നു, അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. ഈ എയ്ഡ്സ് വന്നവരൊന്നും പെട്ടെന്ന് ആ എയ്ഡ്സ് കാരണമല്ല മരിച്ചു പോകുന്നത്. എയ്ഡ്സ് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുമ്പോൾ അവർക്ക് എല്ലാവിധ രോഗങ്ങളും, അടുത്തൂടെ പോകുന്ന എല്ലാ രോഗങ്ങളും അവർക്ക് പിടിപെടുകയും അത് മൂർച്ഛിച്ചാണ് അവരുടെ രോഗം വഷളാകുന്നത് കേട്ടോ. യെസ്, അടുത്തത് എയ്ഡ്സ് പകരുന്ന വിധം. HIV ബാധിതയുള്ളവരുമായി ലൈംഗിക ബന്ധത്തിലൂടെ HIV ബാധിതരായിട്ടുള്ള അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് വരാം. HIV ഘടകമുള്ള സൂചിയും സിറിഞ്ചും ഒക്കെ പങ്കുവെക്കുന്നതിലൂടെ HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ അങ്ങനെയൊക്കെയാണ് നമുക്ക് എയ്ഡ്സ് രോഗം ഉണ്ടാകുന്നത്. എയ്ഡ്സ് പകരാത്ത മാർഗങ്ങൾ ഏതാണ്? സ്പർശനം. ഇപ്പൊ എയ്ഡ്സ് രോഗിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചെന്ന് പറഞ്ഞു, ഒരു ബസ്സിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞു, ഒരുമിച്ച് സഞ്ചരിച്ചെന്ന് പറഞ്ഞു, ഒന്നും എയ്ഡ്സ് രോഗം ഉണ്ടാവില്ല. ഹസ്തദാനം, ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തെന്ന് പറഞ്ഞു ഉണ്ടാവില്ല. അവര് ചുമച്ച് തുമ്മി അങ്ങനെ ഒന്നും എയ്ഡ്സ് രോഗം ഉണ്ടാവില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും ഉണ്ടാവത്തില്ല. പിന്നെ ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെ ഒന്നും എയ്ഡ്സ് രോഗം പകരില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ ഇങ്ങനെയൊന്നും എയ്ഡ്സ് രോഗം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് ഹെപ്പറ്റൈറ്റിസ്. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു കരൾ രോഗമാണ്. കരളിനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്. വൈറസുകൾ മൂലം ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്ന വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്.
കരളിനുണ്ടാകുന്ന വീക്കമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. എന്താണ്? കരളിനുണ്ടാക്കുന്ന വീക്കമാണ് പ്രധാന ലക്ഷണം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടയുന്നത് വഴി പിത്തരസത്തിലെ ബലിറൂബിൻ എന്ന വർണ്ണവസ്തു എന്താണ്? അത് രക്തത്തിൽ കൂടുന്നു. ഓക്കെ, അപ്പൊ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നത് വഴിയാണ് ഈ പിത്തരസം എന്ത് ചെയ്യുന്നത്? ശരീരത്തിൽ മുഴുവനായിട്ട് രക്തത്തിലൂടെ വ്യാപിക്കുന്നത്. അങ്ങനെയാണ് എന്താണ് ആ ഒരു മഞ്ഞ കളർ, മഞ്ഞ പിത്തം വരുമ്പോൾ മഞ്ഞ കളർ വരില്ലേ, അതാണ് അതിന്റെ ഒരു കാരണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? ശ്ലേഷ്മ സ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ എന്താണ് കടും മഞ്ഞ നിറമുള്ള കാണിക്കുന്നു. അതാണ് ബാഹ്യ ലക്ഷണം എന്ന് പറയുന്നത്. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് രോഗം പടരുന്നത്. HIV പകരുന്ന അതേ സാഹചര്യങ്ങളിലൂടെയും ചില ഇനം ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ പകരാറുണ്ട്. HIV ബാധിക്കുന്ന സെയിം എന്താണ് സാഹചര്യങ്ങളിലൂടെയും ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പകരാറുണ്ട്. വൈറസ് മൂലമല്ലാതെയും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകും. ഓക്കെ, അടുത്തത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയും വൈറസ് രോഗങ്ങളാണ് കേട്ടോ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ വൈറസ് രോഗങ്ങളാണ്. കൊതുകുകൾ വഴിയാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്ത ഫംഗസ് രോഗങ്ങളാണ്. എന്തൊക്കെയാണ് ഫംഗസ് രോഗങ്ങൾ? പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ രോഗകാരികളുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ രോഗത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ ഏതാണ്? വട്ടച്ചൊറിയും അത്ലറ്റിക്സ് ഫുഡ്സും ഒക്കെ എന്താണ്? ഫംഗൽ രോഗങ്ങളാണ്. വട്ടച്ചൊറി എന്താണ്? ചില ഇനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി. അപ്പൊ ഫംഗസ് ആണ് വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വർം ഉണ്ടാക്കുന്നത്. വട്ടത്തിലുള്ള ചുവന്ന തടുപ്പുകളായിട്ട് അല്ലെങ്കിൽ തിണർപ്പുകളായിട്ടാണ് രോഗം പ്രത്യക്ഷപ്പെടുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയാണ് വട്ടച്ചൊറി പകരുന്നത്. ഓക്കെ, ഇനി അത്ലറ്റിക് ഫൂട്ട് എന്താണ്? അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ കാൽവിരലുകൾക്കിടയിൽ അല്ലെങ്കിൽ പാദങ്ങളുടെയും ഫംഗസ് എന്താണ്? പാദവിരലിലും കേട്ടോ, പാദങ്ങളിലും കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുക ആണ് മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത്. മലിനജലവും മണ്ണുമായിട്ടുള്ള സമ്പർക്കവും വഴി എന്താണ്? കാൽവിരലിലൂടെ അതിന്റെ ഇടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. മലിനജലത്തിലും മണ്ണിലും ഒക്കെ എന്താണ്? ചെരുപ്പിടാതൊക്കെ നടക്കൂലേ? അങ്ങനെ ചെരുപ്പിടാതെ നടക്കുമ്പോഴത്തേക്ക് ആ കാൽവിരലിന്റെ ഇടയിൽ ആ മണ്ണൊക്കെ ഇരുന്ന് അതിനകത്തുള്ള ഫംഗസ് എന്താണ്? നമ്മുടെ ദേഹത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് അത്ലറ്റ്സ് ഫൂട്ട് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് താരൻ എങ്ങനെയാണ്? മൃദുകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായിട്ട് മാറും. ഈ അവസ്ഥയാണ് താരൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുന്ന ഒരാളെ ആയിരിക്കത്തില്ല ഒരു 30 ദിവസം കഴിഞ്ഞ് കാണുന്നത്. കാരണം അവരുടെ ദേഹത്തെ സെൽസ് എല്ലാം മാറിയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ മൃദുകോശങ്ങൾ പൊഴിയുന്നതനുസരിച്ച് ത്വക്കില് പുതിയ കോശങ്ങൾ ഉണ്ടാവും. അങ്ങനെ തുടർച്ചയായി പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം എന്താണ്? ഈ വിഭജിച്ച് പോകുന്നതിന്റെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ എന്താണ്? കോശങ്ങൾ വിഭജിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? എന്താണ്? താരൻ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കും. ഈ താരൻ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്? ഫംഗസ് ഉണ്ടാവും. ആ ഫംഗസ് ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കും. ശൽക്കങ്ങൾ വെളുത്ത പൊടിയായി ഇളക്കി വീഴാനും മുടി കൊഴിച്ചിലിനും കാരണമാകുന്ന ഒരു രോഗമാണിത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് പ്രോട്ടോസോവ രോഗങ്ങൾ. എന്താണ്? ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോക്ടോസോവ കേട്ടോ. ഇത് യൂക്യാരിയോട്ട് ആണ്. നമ്മൾ ആദ്യം ബാക്ടീരിയ പഠിച്ചപ്പോൾ അത് പ്രോക്യാരിയോട്ട് ആണെന്നാണ് പഠിച്ചത്. പ്രോട്ടോസോവ എന്താണ്? യൂക്യാരിയോട്ട് ആണ്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി എന്ന് പറയുന്നത് കേട്ടോ. മലമ്പനി പ്രോട്ടോസോവ പരത്തുന്നതാണ്. രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം ആണ് മലമ്പനി പരത്തുന്ന രോഗകാരി. വാഹകർ അനോഫിലസ് പെൻകൊതുക് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, മലമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ മല ഓർക്കുക, മല. ഓക്കെ, ആന മല കയറൂല എന്ന് വിചാരിച്ചാൽ മതി, ആന മല കയറൂല. അപ്പൊ മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആതിഥേയ ജീവി ഏതാണ്? മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനാണ് ആതിഥേയത്തെ ജീവി. മുഖ്യ ലക്ഷണങ്ങൾ: വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ്, അനുബന്ധമായിട്ടുള്ള തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ്? മലമ്പനിയുടെ ലക്ഷണങ്ങൾ. ഓക്കെ, ഇനി മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈലേറിയൻ വിരകളാണ് ഇത് പരത്തുന്നത് കേട്ടോ. മന്ത് രോഗം പരത്തുന്ന വിരകളാണ്, ഫൈലേറിയൻ വിരകളാണ് പരത്തുന്നത്.
മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലെക്സ് കൊതുകാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മന്ത് എന്ന് പറയുമ്പോൾ മന്ദം എന്ന് ആലോചിക്കുക. മന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ, പതുക്കെ പതുക്കെ പോകുന്നത് ക്യൂ അല്ലേ? ക്യൂ നിൽക്കുമ്പോൾ പയ്യല്ലേ പോകത്തുള്ളൂ. അപ്പൊ ക്യൂ ഓർക്കുക. മന്ദം എന്താണ്? മന്ത് രോഗം ക്യൂലെക്സ് കൊതുകുകളാണ് പരത്തുന്നത്. ലിംഫുവാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫ് പ്രവാഹം തടസ്സപ്പെടുന്നു. ലിംഫുവാഹിയിൽ വിരകൾ തങ്ങി നിന്ന് ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? മന്ത് അല്ലെങ്കിൽ മന്ത് രോഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? പകരാത്ത രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുള്ള രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ. ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത പാർട്ടായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ പകർച്ചവ്യാധികളായിട്ടുള്ള രോഗങ്ങളെ പറ്റി നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.